ഹലോ ഗായ്സ്, ഈ കടകളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ കുട്ടികൾ ഏറ്റവും കൂടുതൽ വേണം എന്ന് ആവശ്യപ്പെടുന്ന ഒരു സാധനം എന്തോ മാഷ്മെലോസ് അല്ലേ. അത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുത്താലോ, അതും റോസ് മിൽക്കിൻ്റെ ഫ്ലേവറിൽ ഉണ്ടാക്കി കൊടുത്താലോ. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പോവാം. അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ ജലറ്റിൻ, ഫ്ലേവർ ഒന്നുമില്ലാത്ത ജലറ്റിൻ, പിന്നെ കുറച്ച് ചെറു ചൂടുവെള്ളം, അതൊരു 1/2 കപ്പും എടുത്ത് ഒഴിച്ച് വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ പഞ്ചസാര, ഒരു പാൻ എടുത്തിട്ട് അതിനകത്ത് 1 കപ്പ് പഞ്ചസാരയും കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് നന്നായിട്ട് ബോയിൽ ചെയ്യുക. ബോയിൽ ചെയ്തിട്ട് നമ്മൾ ഇത് എത്ര ബോയിൽ ചെയ്യേണ്ട പരുവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കുറച്ച് നാരങ്ങയും കൂടി ഒഴിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതിനകത്തൊന്ന് ഡ്രോപ്പ് ചെയ്തിടുമ്പോഴേക്കും കണ്ടോ ഇങ്ങനെ പിടിച്ചൊരു ബോളാക്കി പിടിക്കാൻ പറ്റുന്ന പരുവം. ഇതാണ് കറക്റ്റ്. ഇത്രയും വരെ ആവുന്ന രീതിയിൽ തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ ആ ജലറ്റിനും കൂടി അങ്ങ് ഒഴിച്ച് നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചിട്ട് നല്ല ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇങ്ങനെ നല്ല റിബൺ കൺസിസ്റ്റൻസി വരുന്ന രീതിയിൽ ബീറ്റ് ചെയ്യുക. അതേസമയം തന്നെ ഒരു ഗ്ലാസ് ബൗൾ എടുത്തിട്ട് അതിനകത്ത് ഐസിങ് ഷുഗർ എടുത്ത് ഒന്ന് പുരട്ടി വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു പകുതി പോർഷൻ നമ്മൾ ഇതിനകത്തങ്ങ് നിരത്തി ഒഴിച്ചു കൊടുക്കുക. നിരത്തി ഒരു ലെയർ പോലെ നമ്മൾ കൊടുക്കണം. ഇതിനകത്ത് ഇപ്പോൾ ഫ്ലേവർ ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ടുള്ള ഫ്ലേവറാണ്. ബാക്കിയുള്ള പകുതിയിൽ നമ്മുടെ റോസ് മിൽക്കിൻ്റെ എസൻസ് ഇല്ലേ, അതും കൂടി, ആ ടൈഗറിൻ്റെ റോസ് മിൽക്കിൻ്റെ എസൻസ് അതൊരു 3-4 ഡ്രോപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കളറും കിട്ടും, ആ റോസ് മിൽക്കിൻ്റെ ഫ്ലേവറും കിട്ടും. അതെന്നിട്ട് രണ്ടാമത്തെ ലെയറായിട്ട് അതിൻ്റെ മേളിൽ ഇങ്ങനെ നിരത്തി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ വെച്ചാൽ മതി. 1 മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ തന്നെ ഇത് സെറ്റാവും കേട്ടോ. ഭയങ്കര ഈസി അല്ലേ. എന്നിട്ട് നമ്മളിത് കട്ട് ചെയ്യാൻ എടുക്കുന്ന നൈഫ് ഉണ്ടല്ലോ, അതും ഇതുപോലെ തന്നെ ഐസിങ് ഷുഗർ വെച്ചിട്ട് ഒന്ന് കോട്ട് ചെയ്യണം കേട്ടോ. കോട്ട് ചെയ്തിട്ട് വരയാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അതെല്ലാം ഒട്ടിപ്പിടിക്കും, ഭയങ്കര ഒട്ടലുണ്ടാവും. കാരണം ഈ നമ്മുടെ ഷുഗറല്ലേ മൊത്തം ഉപയോഗിക്കുന്നത്. എനിക്കിതിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ മോളെയും കൂടി വിളിച്ചിട്ടുണ്ട് കേട്ടോ. മോളാണ് ഇതിനകത്ത് ഐസിങ് ഷുഗറൊക്കെ വെച്ച് കണ്ടോ ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് കണ്ടോ, അതെല്ലാം ഐസിങ് ഷുഗർ വെച്ചിരുന്ന അവളാണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റാണ്. ഇതിങ്ങനെ ഞെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഭയങ്കര സോഫ്റ്റാണ്. പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് ധൈര്യമായിട്ട് കുട്ടികൾക്ക് കൊടുക്കുകയും ചെയ്യാം. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും എന്നോട് അഭിപ്രായം പറയണം. ബൈ ബൈ.